നമസ്കാരം. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൂതി വിമതർക്ക് ശക്തമായ തിരിച്ചടി നൽകി അമേരിക്കൻ സൈന്യം. കഴിഞ്ഞ ദിവസം ഹൂതി വിമതർ വിട്ട ഒരു മിസൈലും ഡ്രോണും അമേരിക്കൻ വ്യോമസേന തകർത്തു. ഈ മേഖലയിൽ കടന്നു പോകുന്ന കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയും ചില കപ്പലുകളെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഹൂതി വിമതർ കുറേ നാളുകളായി പിന്തുടരുന്നത്. ഇതിനെ നേരിടുന്നതിന് വേണ്ടി കൂടുതൽ സന്നാഹങ്ങൾ അമേരിക്കൻ വ്യോമസേന ഈ മേഖലയിൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇസ്രായേലുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ വകയായിട്ടുള്ള കപ്പലുകളാണ് പ്രധാനമായും ഇവർ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുകയോ ഒക്കെ തന്നെ ചെയ്തിരുന്നത്. ലോകത്ത് ഏറ്റവും അധികം ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ് ചെങ്കടലിലെ ഈ ഒരു ഭാഗം. ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഹൂതി വിമതർ ആക്രമണം നടത്തുന്നത്. പലപ്പോഴും ഹെലികോപ്റ്ററിലും മറ്റും എത്തി കപ്പലിലേക്ക് ഇറങ്ങിയാണ് ഇവർ കപ്പലിലെ ജീവനക്കാരെയും മറ്റും ബന്ധികളാക്കിയതിന് ശേഷം കപ്പൽ തട്ടിക്കൊണ്ടു പോവുകയോ അതല്ലെങ്കിൽ ആക്രമണം നടത്തുകയോ തന്നെ ചെയ്യുന്നത്. ഈ മേഖലയിൽ ആക്രമണം നിരന്തരമായതോടുകൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ വ്യോമസേന മേഖലയിൽ തെരച്ചിലും അതുപോലെ തന്നെ നിരീക്ഷണവും എല്ലാം തന്നെ ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം 18ഓളം കപ്പലുകളാണ് ഈ മേഖലയിലൂടെ ചെങ്കടലിൽ കടന്നുപോയത്. ഒരു കപ്പലിന് നേർക്ക് പോലും ആക്രമണം നടത്താൻ ഹൂതി വിമതർ തയ്യാറായില്ല എന്നുള്ളത് ഇവർക്ക് കനത്ത തിരിച്ചടിയേറ്റു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്നാണ്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികളുടെ ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ട് പിന്നാലെയാണ് ഹൂതി വിമതരും തങ്ങളുടെ പ്രവർത്തന മേഖലകൾ ശക്തമാക്കിയത്. പല കപ്പലുകളും ഇവർ നേരത്തെ തട്ടിയെടുത്തിരുന്നു. മറ്റു ചില കപ്പലുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിരുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചും ഹൂതി വിമതർ അവിടെ ആക്രമണം നടത്തിയിരുന്നു. ഹൂതി വിമതർ പ്രധാനമായും തുർക്കി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയും ഇവർക്ക് ഇറാൻ്റെ എല്ലാ തരത്തിലുമുള്ള സഹായം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച ഹിസ്ബുള്ളയും ഹൂതി വിമതരും എല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇപ്പോൾ ഇസ്രായേലിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിനെ നേരിടാനിറങ്ങിയ ഹൂതി വിമതർക്കും ഏതാണ്ട് ഹമാസിൻ്റെ ഗതി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ. ആഗോളതലത്തിൽ നടക്കുന്ന വ്യാപാരത്തിൻ്റെ 12% ഇതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾ വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ കൂടാതെ ഹൂതി വിമതർക്ക് സഹായം നൽകുന്ന പല സ്ഥാപനങ്ങൾക്കും അമേരിക്ക വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പണമിടപാട് സ്ഥാപനമായ കറൻസി എക്സ്ചേഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസുകൾക്കും അമേരിക്ക ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരുടെ പണമിടപാടുകൾ ഇനി അമേരിക്കയുമായി നടത്താൻ കഴിയുകയില്ല എന്ന് അമേരിക്കയുടെ ധനകാര്യ വകുപ്പ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇറാഖിലും സിറിയയിലുമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയൊക്കെ തന്നെ ഇവർ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ പല തവണയായി നടത്തിയിരുന്നുവെങ്കിൽ പോലും അതെല്ലാം തന്നെ അമേരിക്കയുടെ ശക്തമായ ഇടപെടലുകളെ തുടർന്ന് വിഫലമാവുകയായിരുന്നു. ഇറാൻ്റെ സാമ്പത്തിക സഹായവും പരിശീലനവും ആയുധങ്ങളുമൊക്കെ ഉപയോഗിച്ചാണ് ഹൂതി വിമതർ ഈ മേഖലയിൽ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്. അതേസമയം ഹമാസ് തീവ്രവാദികളെ സഹായിക്കാൻ ഇറങ്ങി ഇപ്പോൾ ഹൂതി വിമതരും ഹിസ്ബുള്ളയും എല്ലാം തന്നെ കൂടുതൽ ആപത്തിലേക്ക് ചെന്ന് പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കാരണം മിക്ക രാജ്യങ്ങളും ഇവരെ നേരിടുന്ന കാര്യത്തിൽ എല്ലാവിധ സഹായങ്ങളും ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.